ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു ബോളിവുഡ് നടി സുഹാനി ഭട്നാഗറിന്റെ മരണം. ദംഗലിലെ അഭിനയത്തിലൂടെ സിനിമാ പ്രേമികൾക്ക് സുപരിചിതയായ സുഹാനി 19-ാം വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. അതും വളരെ അപൂർവമായ ഒരു രോഗം ബാധിച്ച്. ഡെർമറ്റോമയോസൈറ്റിസ് എന്നാണ് ആ രോഗത്തിന്റെ പേര്. ഇന്ന് വരെ ചികിത്സ കണ്ടുപിടിക്കാത്ത ഈ രോഗം സ്ഥിരീകരിച്ച് വെറും 10 ദിവസത്തിനുള്ളിലായിരുന്നു ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് കഴിഞ്ഞ ദിവസം സുഹാനി മരണത്തിന് കീഴടങ്ങിയത്. നമുക്ക് പലർക്കും ഈ രോഗം പുതിയൊരു അറിവായിരിക്കും. അത്രയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത രോഗമാണിത്. ത്വക്ക് രോഗമാണ് പൊതുവിൽ പറഞ്ഞാൽ ഡെർമറ്റോമയോസൈറ്റിസ്. എന്നാൽ തൊലിപ്പുറത്ത് കാണുന്ന ഈ രോഗം ശരീരത്തിൽ ഗുരുതരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. ഒരു മരുന്നും ഫലിക്കാതെ മരണം വേഗം സംഭവിക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുതന്നെയാണ് സുഹാനിയുടെ കാര്യത്തിലും സംഭവിച്ചത്. 2 മാസം മുമ്പാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. രോഗം ഇതാണെന്ന് സ്ഥിരീകരിച്ചത് വെറും 10 ദിവസം മുമ്പ്. ഏതാണ്ട് അപ്പോഴേക്കും സുഹാനിയുടെ ആരോഗ്യനില ആകെ താളം തെറ്റിയിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് നിറഞ്ഞതാണ് രോഗം മൂർച്ഛിക്കാൻ കാരണമായത്. തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. നമ്മൾ ആരും അധികമൊന്നും കേട്ടിട്ടില്ലാത്ത ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരിക്കും ഒരു അപൂർവ രോഗം തന്നെയാണിത്. ശരീരത്തിൽ പേശികളിൽ നീർക്കെട്ടാണ് ഉണ്ടാക്കുക. ഒപ്പം ശരീരത്തിൽ ചുവന്ന തടിപ്പുകളും പ്രത്യക്ഷപ്പെടും. ചൂട് കാലത്ത് ശരീരത്തിൽ കാണുന്ന ചൂടുകുരു പോലെയായിരിക്കും ഇത്. ദിവസങ്ങൾ കഴിയും തോറും അത് രൂക്ഷമാകും. ഈ രോഗം ബാധിക്കാൻ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ 2 മടങ്ങ് കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ചിലർക്ക് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ അഥവാ ലൂപ്പസ് രോഗത്തിന്റെയും ചിലർക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റിസിന്റെയും ലക്ഷണങ്ങളും കാണപ്പെടും. സാധാരണ നിലയിൽ 50-നും 70-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ രോഗം ബാധിക്കുക. എന്നാൽ ചിലപ്പോഴെങ്കിലും യുവത്വത്തിലും ഈ രോഗം വരാം. ജനിതക ഘടനയിലെ തകരാറുകളാണ് ഈ രോഗത്തിന് പ്രധാന കാരണമെന്നാണ് അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് സെന്ററിന്റെ വെബ്സൈറ്റിൽ പറയുന്നത്. ക്യാൻസറും ഒരു കാരണമാകാം. ചില ക്യാൻസർ ബാധിതരിൽ രോഗം മൂർച്ഛിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം തകരാറിലാകുന്നതാണ് ഈ രോഗം വരാനുള്ള മറ്റൊരു പ്രധാന കാരണം. ഇത്തരത്തിൽ രോഗസാധ്യതയുള്ളവരിൽ എന്തെങ്കിലും അണുബാധയോ മറ്റോ ഉണ്ടാകുന്നത് രോഗം ഗുരുതരമാക്കും. പലപ്പോഴും സാഹചര്യം കൈവിട്ടു പോയി കഴിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. രക്തക്കുഴലുകളിൽ നീർക്കെട്ടുണ്ടാകുന്നതാണ് ഈ രോഗം ഗുരുതരമാകാൻ കാരണമാകുന്നത്. പിന്നീട് ത്വക്കിലും പേശികളിലും നീർക്കെട്ടുണ്ടാകുന്നു. സൂര്യപ്രകാശം തട്ടുന്ന ശരീരഭാഗങ്ങളിൽ ചുവന്ന തടിപ്പും ചൊറിച്ചിലും ഉണ്ടാവുകയാണെങ്കിൽ ഈ രോഗമാണോ എന്ന് സംശയിക്കണം. ദിവസങ്ങൾക്കുള്ളിൽ ഇവിടങ്ങളിൽ വേദനയും തുടങ്ങും. കണ്ണിന്റെ മുകൾ ഭാഗത്ത് ചുവന്ന നിറത്തിലോ പർപ്പിൾ നിറത്തിലോ നീര് കെട്ടിയാൽ അതും ശ്രദ്ധിക്കണം. കാൽ, കൈമുട്ടുകൾ, വിരലിലെ സന്ധികൾ എന്നിവിടങ്ങളിൽ ചുവന്ന തടിപ്പും വേദനയും ഉണ്ടാകാം. തണുപ്പുള്ളപ്പോൾ സന്ധികൾ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ത്വക്ക് വരണ്ട് കാണപ്പെടുന്നതും മുടിയുടെ കനം കുറയുന്നതും മറ്റൊരു ലക്ഷണമാണ്. വരണ്ടു പോകുന്ന ത്വക്ക് അടർന്നു പോകാനും സാധ്യതയുണ്ട്. വിരലുകളിൽ നഖത്തിന് ചുറ്റും നീര് കെട്ടുന്നതും സാധാരണമായ ലക്ഷണമാണ്. വലിയ തോതിൽ കാൽസ്യം ത്വക്കിനടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഈ രോഗമുള്ളവരിൽ കാണപ്പെടാറുണ്ട്. കഴുത്തിലെയും ഇടുപ്പിലെയും ചുമലിലെയും പേശികൾ ദുർബലമാകുന്നതോടെ രോഗം ഗുരുതരമാകും. ചിലർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ക്ഷീണം, അലസത, തൂക്കക്കുറവ് എന്നിവയും ഈ രോഗം ബാധിച്ചാൽ ഉണ്ടാകും. ഈ രോഗത്തിന് എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് ഇന്നും വൈദ്യശാസ്ത്രം മറുപടി കണ്ടെത്തിയിട്ടില്ല. ലക്ഷണങ്ങൾക്ക് മരുന്ന് നൽകി താൽക്കാലിക ആശ്വാസം നൽകാമെന്ന് മാത്രമാണ് ഇപ്പോഴുള്ള പ്രതിവിധി. പ്രായമേറിയാൽ ചികിത്സ തന്നെ വലിയ വെല്ലുവിളിയാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പേശികൾക്ക് ബലം നൽകുന്ന വ്യായാമങ്ങൾ ഒരു പരിധിവരെ ഈ രോഗം മൂലമുണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കുറയ്ക്കാൻ ഒരു പോംവഴിയാണ്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളുള്ളവർ സൂര്യപ്രകാശവുമായുള്ള സമ്പർക്കം പൂർണ്ണമായും ഇല്ലാതാക്കണം. സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ത്വക്കിലുണ്ടാകുന്ന തടിപ്പും ചൊറിച്ചിലും ചെറുക്കാൻ ആന്റി ഹിസ്റ്റമിൻ മരുന്നുകൾ ഉപയോഗിക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ സ്റ്റിറോയിഡുകളും കോർട്ടിക്കോസ്റ്റിറോയിഡുകളും നൽകുകയാണ് ചെയ്യുന്നത്. ഇതുവഴി വേദന കുറയ്ക്കാമെന്ന ആശ്വാസം മാത്രമാണുള്ളത്. ത്വക്കിനടിയിലെ കാൽസ്യം ഡെപ്പോസിറ്റ് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ ചെയ്യാമെങ്കിലും അതും പൂർണ്ണമായ പ്രതിവിധിയായി വിലയിരുത്തപ്പെടുന്നില്ല.